അപ്പം അതുപോലെ തന്നെ നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ന്യൂസായിരുന്നു, ഒരു മേക്കപ്പ് സാധനം അമ്മക്ക് കൊടുത്തിട്ടില്ല എന്നിട്ട് അമ്മേനെ ഉപദ്രവിച്ചൊരു ലേഡി ഗുണ്ടേൻ്റെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് കണ്ട സമയത്ത് അതിനോട് തോന്നിയ നിങ്ങളുടെ വികാരം എന്തായിരുന്നു? അതൊക്കെ തന്നെ ഞാൻ വിചാരിച്ച് പറഞ്ഞ് നാക്കകത്തേക്ക് ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം രാവിലെ ന്യൂസ് കണ്ടു. എന്താ ഇപ്പം ഇതിനൊക്കെ പറയാ, മേക്കപ്പ് സാധനം മാറ്റി വെച്ചിട്ട് അല്ലേ, മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് വാരിയെല്ലാം അടിച്ച് തകർത്ത്. അതിൻ്റെ ഒന്നും പറയുന്നില്ല ഞാൻ. ആരോ കമന്റ് ഇട്ടിക്കണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ മേക്കപ്പ് സാധനം ഇരിക്കുന്നതിന്റെ അടുത്തൂടെ പോലും ഞാൻ പോവാറില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കൂടുതൽ യൂസ് ചെയ്തിട്ടാണ് എന്താ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇവരിപ്പോൾ നാളെ എന്തും ചെയ്യും. അപ്പോൾ ഒരാൾക്കെങ്കിലും നല്ലൊരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കും പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. എന്തോ എൻ്റെ അതുപോലെ അത് പെൺകുട്ടികൾക്ക് എന്നല്ല, യൂഷ്വലി സെയിം നമുക്ക് ആണുങ്ങൾക്കാണെങ്കിലും. ഞാൻ റീസെൻ്റ് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ച ഉള്ളതായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞതായിരുന്നു, ഈ മെൻസിന് അഗെയിൻസ്റ്റുള്ള പല റൂമേഴ്സ് അലിഗേഷൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ പെൺകുട്ടികൾക്കുള്ള ഒരു അലിഗേഷൻ ആണെങ്കിൽ പെൺകുട്ടികളുടെ ഫേസ് കാണിക്കില്ല, അത് റിവീൽ ചെയ്യാതെയാണ് ന്യൂസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെയിം ടൈം ഇത് ഒരു ആണുങ്ങളോ മെൻസ് അവരാണ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഫേസ് ഫുൾ ഫെമിലിയർ ആകും. അത് അവരനുഭവിക്കുന്നൊരു ട്രോമയുണ്ട് ചെയ്യാത്തൊരു പ്രശ്നത്തിൻ്റെ പേരിൽ. അപ്പോൾ ആ ഒരു ഫേസ് റിവീൽ ചെയ്യരുത് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനുള്ള അഭിപ്രായം എന്താണ്? ഞാനത് ചോദിക്കാനുള്ള റീസൺ, ചേട്ടൻ അങ്ങനെ ഒരു അലിഗേഷനിൽ പെട്ടിട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഓരോ കേസ് വരുമ്പം രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആളിൻ്റെ ഫേസ് മാത്രം കാണിക്കും, പെണ്ണിൻ്റെത് ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത് അല്ലേ? അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. രണ്ടുപേര് നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ മയക്കി കിടത്തിയിട്ടൊന്നും കൊണ്ടുപോയതല്ല, അവരെ സ്വബോധത്തിൽ അവർ പോകുന്നതല്ലേ, കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിലും അല്ലേ? എന്നിട്ട് ഒരാളെ മാത്രം ഇതുപോലെ ഇങ്ങനെ നാറ്റിക്കുക, മറ്റാൾ സേഫായിട്ട് ഇരിക്കുക എന്ന് പറയുന്നാൽ എന്ത് കാര്യമുള്ളത്? അങ്ങനെ കാണിക്കണം, രണ്ടുപേരുടെയും കാണിക്കണം. അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയുന്നത് വരെ മറ്റാളുടെയും കാണിക്കാതിരിക്കുക. അതല്ലേ കറക്റ്റായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയുക, ഇത്രയും അനുഭവിച്ചതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ജയിലിൽ കിടന്നിട്ടുള്ള എത്രയോ ആൾക്കാരില്ലേ? പിന്നെ കള്ളക്കേസാണെന്നാണ് എന്ത് കാര്യം? അതൊക്കെ അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മളെ പറ്റി ഇങ്ങനെ എഴുതി കാണിക്കുന്നു, കുട്ടിക്കൽ ജയേന്ദ്രൻ ഇന്നത് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന ഇത് ആരോട് പറയാന്, എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം റീസെൻ്റ് രാഹുൽ ഈശ്വർ ഒരു പ്രസ് മീറ്റിൽ ഭയങ്കര വികാരമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടായിരുന്നു. കോടതിയിൽ ജയിലിൽ പോയ സമയത്ത് 20 വർഷമൊക്കെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ലേ? മേ ബി നിങ്ങളുടെ ഈ ഒരു വേഴ്സ് സിറ്റുവേഷനിൽ കൂടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അദ്ദേഹം പറയണ്ട, ഞങ്ങൾ ഈ കാര്യത്തിന് കോഴിക്കോട് കോടതി വളപ്പിൽ പോയി നിൽക്കുമ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട്. 85-90 വയസ്സുള്ള ഒരു പുള്ളിയൊക്കെ പോക്സോ കൊടുത്തിട്ട് അയാൾക്ക് എത്ര 20-25 വർഷം. ഇതൊക്കെ എനിക്ക് ആരായാലും ആത്മഹത്യ ചെയ്ത് പോകട്ടോ, കുറ്റം പറയാൻ പറ്റൂല. നമുക്ക് ഇത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഒരാളെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല, എനിക്കൊരാളെ കാണുമ്പോൾ തന്നെ എനിക്ക് അതെൻ്റെ അപ്പൻ്റെ കഴിവായിരുന്നു, അത് അതിൻ്റെ പുള്ളിയായിരുന്നു പുള്ളി. 1 കിലോമീറ്റർ മുമ്പേ പറയാവേ ഇന്ന സംഭവം. ഒരു വൈദ്യരായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി അവൻ വരുമ്പോഴേ പറയാം അവന് നടുവേദനയുള്ളവനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വാങ്ങലുള്ളതുകൊണ്ട് എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അതേപോലെ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരിക്കലും അവരത് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അവരൊക്കെ അനുഭവിക്കുകയാണ്, ദണ്ണം തോന്നും. എന്ത് ചെയ്യാനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മുടെ തലയെ ഊരിയെടുത്തിട്ടല്ലേ ബാക്കി എന്ന് പറയുന്ന പോലെ കഴിയുന്നു. അതുപോലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്ത പല ആൾക്കാരും ആ കൈക്ക് തന്നെ ഭക്ഷണം കൊടുത്ത് കൈക്ക് കൊത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ അങ്ങനെ പറയാനുള്ള കാര്യം കൊത്തി ഇപ്പം വിരലൊന്നും ഇല്ല, എല്ലാരും കൂടെ കൊത്തി എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള കാര്യം? പറയാൻ കാരണം അങ്ങനെയാണ്, ഞങ്ങളിപ്പോ അനുഭവിക്കുന്നത് അത് തന്നെയാണ്. അല്ലപ്പോ അന്യഗ്രഹ ജീവികൾ വന്ന് ചെയ്തതൊന്നുമല്ല, നമ്മളെല്ലാരും വേണ്ടപ്പെട്ടവർ തന്നെ ചെയ്തു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു അവസരം വരുമ്പോ ആരൊക്കെയാണ് എന്തൊക്കെയാണ്, മറ്റൊരു ശ്രീനിവാസൻ പറയുന്നത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഭാഗ്യം. ഇപ്പം ചേട്ടനും ചേച്ചിക്കും ചുറ്റും കുറച്ച് കൂടുതലല്ലെങ്കിലും കുറച്ചെങ്കിലും ശത്രുക്കൾ ഉണ്ടെന്നുള്ളത് ഒരു റിയാലിറ്റി ആണല്ലോ. അപ്പം മേ ബി ഇനിയും അതുപോലെ ഒരു അലിഗേഷൻസോ ഇനിയും പ്രശ്നങ്ങൾ വരില്ല എന്ന് എത്ര ഉറപ്പ്? ഒരു ഉറപ്പില്ല.
ഞങ്ങൾക്കത് നല്ല എന്താ പറയുക ചെയ്യാൻ പറ്റുന്നതൊക്കെ ഓപ്പോസിറ്റ് ഉള്ളത് ആരായാലും അവർ ചെയ്യട്ടെ. ഒരു ഉറപ്പില്ല നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം ഞങ്ങൾ പേടിക്കുന്നില്ല. മറ്റേ പിണറായി സഖാവ് പറയുന്നത് മടിയിൽ കാനലിലെത്തോണ്ട് ഞങ്ങൾക്ക് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു ധൈര്യം മാത്രമാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കാനുള്ള കാരണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിനി എന്തെങ്കിലും തെളിവ് കൊണ്ടുവരുന്ന വിചാരിച്ചിരിക്കാനുള്ളൂ, അത്രയേ ഉള്ളൂ. ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്നതിൽ നിന്നും ഒരു 100-ൽ 10% ആൾക്കാരെങ്കിലും ഇതുപോലെ ഫേക്ക് അലിഗേഷനിൽപ്പെട്ട പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ള നിങ്ങൾക്ക് ഉള്ള സജഷൻ എന്താണ്? സജഷൻ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യരുത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട്, പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, അവർ തെറ്റ് ചെയ്യാതെ അങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ എനിക്ക് ഇതിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ആത്മഹത്യ ചെയ്യാം, അങ്ങനെ തോന്നുകയാണെങ്കിൽ വലിയൊരു സന്തോഷം ഞാൻ കണ്ടു. എത്രയോ പേരാണ് ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലും എനിക്കാണേലും ഇവൾക്കാണേലും ചേച്ചി ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അവർക്കൊരു പറയാൻ അവരുടെ ഒരു കാര്യം അവർക്കെന്തോ സംസാരിക്കാൻ പറ്റുന്നവർ എന്നുള്ളൊരു സ്ഥാനം നമുക്ക് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. എത്ര പേരാ പറയുന്നത് അത് തന്നെ. അപ്പം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കർമ്മമായിട്ട് തോന്നുന്നു. ദൈവം അത് നിസ്സാര കാര്യമല്ല. ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾക്ക് വേണ്ടി, കാര്യം ഞങ്ങൾക്കില്ലാതെ പോയതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ ഒരു അവസരം കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യം. ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നു അവരുടെ കഥ അങ്ങനെ. ഇപ്പം നമ്മൾ പറയുന്നത് എന്ത് ചെയ്യാനാടാ, സഹിക്കുക, പിടിച്ചു നിൽക്കുക, സത്യം തെളിഞ്ഞു വരും എന്നൊക്കെ, അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ചേട്ടൻ്റെ ഈ ഒരു സ്ട്രഗിളിങ് ജേണി കൊണ്ടാണല്ലോ ചേട്ടന് ഹെൽപ്പ് ചെയ്യണം, മീൻസ് ഇങ്ങനെ അവസ്ഥ ഫേസ് ചെയ്യുന്നവരൊരു വിഷമം കേൾക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത്. സെയിം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ ആ ഒരു 8 മന്ത്സിൻ്റെ ജേണിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ദിലീപേട്ടനാണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ദിലീപേട്ടനും ഇതുപോലെ പ്രശ്നത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കും ചേച്ചിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. ആയിരിക്കും, കാരണം അത് അനുഭവിച്ച ആൾക്കാർക്ക് അത് അറിയുള്ളൂ. ആ മനുഷ്യന് അത്രയും ഒന്നാലോചിച്ചൊക്കെ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്ന സമയത്ത് ഇടുത്തി പോലെ ഇത് വന്നത്. എത്ര ആൾക്കാർ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. നമ്മുടെ കാലിക്കറ്റിൽ ദേവപുട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് തുടങ്ങിയ സമയത്ത് എത്രയോ മാസങ്ങളോളം ട്രയൽ ഫുഡ് കഴിച്ചു പോയിട്ടുള്ള ആൾക്കാരിനെ തല്ലി തകർത്തത് അല്ലേ. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് പോലും അറിയുന്നതിന് മുന്നേ അയാൾ തെറി പറയുക. അയാൾക്കൊരു ഫാമിലി ഇല്ലേ, അമ്മയും മകളും എല്ലാം ഇല്ലേ. അപ്പോൾ അതൊക്കെ ചിന്തിക്കണ്ടേ. അപ്പോൾ അത്രയും അനുഭവിച്ചതുകൊണ്ട് കറക്റ്റായിട്ട് ആ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അയാളും ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ്. എൻ്റെ അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സ്നേഹബന്ധം, മീൻസ് സ്നേഹബന്ധത്തിനേക്കാളും മീൻസ് ലവിനേക്കാളും കൂടുതൽ നിങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് മുന്നേ നിങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണോ, നിങ്ങളുടെ ഈ ഒരു ലൈഫിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണോ നിങ്ങൾ ഇത്രയും പരസ്പരം മനസ്സിലാക്കിയത്? അങ്ങനെ സംഭവമൊന്നുമില്ല. ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു നിർത്തില്ല. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ഉദാഹരണമായിട്ട് എടുത്തത് എൻ്റെ അച്ഛനും അമ്മയാണ്. അവർ രണ്ടുപേരും മുമ്പ് എൻ്റെ കൺമുമ്പിൽ കണ്ട ജീവിതം. ഏകദേശം ഒരു 5ാമത്തെ വയസ്സ് തൊട്ടുള്ള ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് 5ാമത്തെ വയസ്സ് തൊട്ടുള്ള ഓർമ്മയുണ്ട്. ആ രണ്ടുപേരും മരിക്കുന്നിടം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഒന്നും ഉണ്ടായിരടിയെന്നോ അല്ലെങ്കിൽ ഇയാൻ്റെ കൂടെ വന്നതോട് കൂടി എൻ്റെ ഇങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല. രണ്ടും ഒരു രൂപം പോലെയാണ്. അപ്പോൾ അത് എനിക്ക് അതെന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ മുദ്രാവാക്യമുണ്ട്, ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ, അല്ലാതെ വേറൊന്നും വേണ്ട. നിന്റെ ഇഷ്ടം അതുപോലെ എൻ്റെ ഇഷ്ടങ്ങൾ, അങ്ങനെ തന്നെ രണ്ടുപേര് ഒന്നിച്ച് നമ്മൾ യാത്ര പോകുന്നു എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ രീതിയിൽ പോയിക്കൊള്ളുക.